എടുത്തിരുന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ പഠിച്ചു. അന്നേരം ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം ടേബിളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തോരം ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ ഞാനൊരു മൊത്തം ചാപ്റ്റർ ലിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. മൊത്തം ചാപ്റ്റേഴ്സിനും അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫുൾ ചാപ്റ്റർ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ചാപ്റ്റേഴ്സ്, ഞാൻ പറയില്ലേ നമ്മൾ ഈ ഓണം എക്സാം വരെ അടിപൊളിയായിട്ട് പഠിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് അറിയായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ എടുത്ത് വേറൊരു ഷീറ്റിലേക്ക് എഴുതി. എന്നിട്ട് നമ്മൾ ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം വരെ, അതായത് ഇപ്പോൾ ഒരു 10-ാം തീയതി തുടങ്ങി 20-ാം തീയതി വരെ ടൈമുള്ളെന്ന് വിചാരിക്കാം. അത് ഞാനിങ്ങനെ എഴുതി. ഇപ്പോൾ എത്ര ദിവസം ഉണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 ദിവസമാണെന്നുണ്ടെങ്കിൽ 10 ഡിവൈഡഡ് ബൈ എത്ര ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം ഇത്ര ചാപ്റ്റർ പഠിക്കണം. എന്നിട്ട് മാക്സിമം ആ ദിവസം തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടി നോക്കാം. ഇനി തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അത് എക്സ്റ്റെൻഡ് ആയി പോകും. മാക്സിമം തീർക്കാം. ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെയായിരുന്നു കേട്ടോ തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കൊരു ടൈം പീരീഡിൽ ആ ഒരു പോർഷൻസ് തീരും. അപ്പോൾ അത് നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് വേണം. നമുക്ക് എന്തോരം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന ടൈം. എത്ര ദിവസം, 10 ദിവസം മതിയോ 15 ദിവസം മതിയോ, അത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൽ പഠിച്ചു തീർക്കാൻ വേണ്ടി നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ മോഡൽ ആകുമ്പോഴേക്കും നമ്മളൊന്നുകൂടി പഠിക്കുമല്ലോ. മോഡൽ എക്സാമിൻ്റെ തലേന്ന് ദിവസവും അല്ലെങ്കിൽ മോഡലിന് മുന്നേയുള്ള കുറച്ച് ടൈമിൽ നമ്മൾ ബാക്കിയും കൂടെ അത്യാവശ്യം പഠിക്കുക. പിന്നെ പഠിച്ചത് മറന്നു പോകാന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. സോഷ്യലും കൊണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം റെവല്യൂഷനൊക്കെ പിന്നെയും ഓർത്തിരിക്കും. കുറേ കാര്യങ്ങൾ, ഡേറ്റ്, അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു. 1984, 1986 ഇതൊക്കെ ഞാൻ മാറി പോവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മറവി എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളെപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാണ്ട് വേറെ പോകുമ്പോഴൊന്നും ഇല്ല. അതിന് നന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക. റിവിഷനുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്താം. എങ്ങനെ വന്നാലും ഈ മോഡലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടിയൊക്കെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കും. പിന്നെ മോഡൽ എക്സാം പാടായാൽ SSLC എളുപ്പമാവും, മോഡൽ എക്സാം എളുപ്പമായാൽ SLC ടഫാവും. അതിൽ എനിക്ക് വലിയ ലോജിക്കൊന്നും പേഴ്സണലി ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം ഞാൻ ഒത്തിരി കേട്ട സംഭവമാണിത്. അങ്ങനെയൊന്നുമില്ല. കാരണം അവരൊരു 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം മോഡലിന്, ഒരെണ്ണം SSLCക്ക്, ഒരെണ്ണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ, പിന്നെ ഒരെണ്ണം സേ എക്സാമിനുള്ളത്. ഇങ്ങനെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കും. ഇതിൽ നിന്ന് ലോട്ടിട്ടാണ് നമ്മൾ അവർ മോഡലിന് അതേപോലെ SSLCക്കും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്. അപ്പോൾ